ഏത് കാര്യത്തിലും ദോഷം മാത്രം കണ്ടുപിടിക്കുന്ന ചിലർ നമുക്കിടയിലുണ്ട്. അവരൊക്കെ എവിടെ ദോഷമുണ്ടോ അത് അവരുടെ കണ്ണിൽ പെട്ടിരിക്കും. അതൊക്കെ കേൾക്കുന്നതും കാണുന്നതും ഒക്കെ നമുക്കും ഒരു കൗതുകമാണ്. ഇപ്പോഴെല്ലാവരുടെയും ശ്രദ്ധ കേന്ദ്രം PV അൻവർ ആയതുകൊണ്ട് അൻവറുമായി ബന്ധപ്പെട്ട പരദൂഷണങ്ങൾക്കാണ് സോഷ്യൽ മീഡിയയിൽ ഡിമാൻഡ്. ഇന്നലെ അൻവർ ഒരു മാധ്യമ പ്രവർത്തനോട് പറഞ്ഞത് അദ്ദേഹത്തിന് 75,000 വോട്ട് നിലമ്പൂരിൽ ലഭിക്കുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ മറ്റ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതിൽ കാര്യമുണ്ടോ? ആള് അർത്ഥവും നൽകി മുന്നണികൾ അവിടെ തമ്പടിക്കുന്നതിൽ വല്ല കാര്യവുമുണ്ടോ? ചിന്തിക്കണം. മുന്നണികളും പാർട്ടികളും ചിന്തിക്കണം. 75,000 വോട്ട് പോയിട്ട് 7,500 കിട്ടുമോ എന്നാണ് ചിലർ തിരിച്ചു ചോദിക്കുന്നത്. അതിനിടയിലാണ് അൻവറിന്റെ തെരഞ്ഞെടുപ്പ് പത്രിക പുറത്തു വന്നത്. അൻവറിന് 52 കോടി രൂപ ആസ്തി ഉണ്ടെന്നുള്ളത് ജനത്തിന് വിഷയമല്ല. എത്രയോ ആവട്ടെ, അതിൽ കൂടുതലാവട്ടെ. എന്നിട്ട് ചില പിച്ചക്കാരെ പോലെ അമ്മേ പലതും തരണേ എന്ന് പത്രസമ്മേളനം വിളിച്ചുകൂട്ടി പറഞ്ഞതിൽ ജനങ്ങൾക്ക് അതൃപ്തിയുണ്ട്. അതത്ര ശരിയായില്ലെന്നാ പലരും പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് ഒരു വരുമാന മാർഗവുമായി കൊണ്ടു നടക്കുന്ന ചില അസാധാരണക്കാരായ സ്ഥാനാർത്ഥികളെ പോലെ ഇത്രയും വലിയ കോടീശ്വരനായിട്ടും കോടികൾ കയ്യിലിട്ട് അമ്മാനമാടുന്ന ആളായിട്ടും കയ്യിലിരിപ്പ് തറയാണ്. പറയാതിരിക്കാൻ വയ്യ. പത്രികയിൽ കണ്ട മറ്റൊരു അപാകത അദ്ദേഹത്തിന്റെ 2 ഭാര്യമാരിൽ ഒരാളോട് അദ്ദേഹം നീതി കാണിക്കുന്നില്ലെന്നുള്ളതാണ്. ഒരു ഭാര്യയ്ക്ക് 8,78,00,000 രൂപയുടെ ആസ്തി ഉള്ളപ്പോൾ രണ്ടാമത്തെ ഭാര്യ കേവലം 3,50,00,000 രൂപയുടെ വകുപ്പേ ഉള്ളൂ. അതുകൊണ്ട് അവർ തൃപ്തിപ്പെടേണ്ടി വന്നിരിക്കുന്നു. മുസ്ലിം വ്യക്തിഗത നിയമം അനുസരിച്ചാണ് ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കുന്നത്. അങ്ങനെ ആ നിയമത്തിന്റെ ചൂട് പിടിച്ച് വിവാഹം കഴിക്കുമ്പോൾ ആ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപോലെ നടപ്പിലാക്കാൻ ബാധ്യതയുണ്ട്. നിങ്ങളുടെ ആദ്യ ഭാര്യയ്ക്ക് നൽകുന്ന അതേ ജീവിത സൗകര്യങ്ങൾ മറ്റൊരാൾ കൂടി കൊടുക്കുവാൻ നിങ്ങൾക്ക് സാഹചര്യമുണ്ടെങ്കിൽ മാത്രമേ രണ്ടാമതൊരു വിവാഹം കഴിക്കാവൂ. അതാണ് ആ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 4 വിവാഹം വരെ കഴിക്കാം. 1, 2 അല്ല, 4 വരെ കഴിക്കാം. പക്ഷെ 4 പേരെയും ഒരുപോലെ നോക്കണം. 4 പേർക്കും ഒരേ ജീവിത സൗകര്യം സൃഷ്ടിച്ചു കൊടുക്കണം. ഇവിടെ 2 പേരേ ഉള്ളൂ. 2 പേരും തമ്മിൽ ജീവിത സൗകര്യങ്ങൾക്ക് ഏതാണ്ട് 5-ൽ പരം കോടിയുടെ അന്തരമുണ്ട്. അതിലും കൗതുകമായി തോന്നിയത് മറ്റൊരു സ്നേഹിതൻ പങ്കുവച്ച കാര്യമാണ്. തുടക്കം മുതൽ അൻവറിന്റെ ഇടത്തും വലത്തും ഉണ്ടായിരുന്ന പഴയ 2 കേരള കോൺഗ്രസ്സുകാരെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കാണാനില്ല. VS മനോജും സജീവ് മഞ്ഞക്കടമ്പലും. എതിലേ പോയെന്ന് അയാൾ ആലോചിച്ചിട്ടിരിക്കുമ്പോഴാ കഴിഞ്ഞ ശനിയാഴ്ച 2 പേരെയും പെരുമ്പാവൂരിൽ കണ്ടു എന്നാരോ വിളിച്ചു പറയുന്നത്. 200 MLA-മാരെയും 22 MP-മാരെയും 20 മന്ത്രിമാരെയും അടക്കം പശ്ചിമ ബംഗാൾ മുഴുവൻ ഇങ്ങ് ഇറക്കുമതി ചെയ്യേണ്ട ആളുകളെ പെരുമ്പാവൂരിൽ നിന്ന് റിക്രൂട്ട് ചെയ്യായിരുന്നു എന്നാണ് ആ സ്നേഹിതൻ കുസൃതിയായി പറഞ്ഞത്. ഇതുപോലെയുള്ളവന്മാരെ കൊണ്ട് സാധാരണക്കാർക്ക് ജീവിക്കാൻ മേലാത്ത അവസ്ഥയായി. കാരണം എന്ത് കണ്ടാലും കേട്ടാലും അതിനൊരു പലതുണ്ടാവും. എന്തെങ്കിലും ഒരു വിഡ്ഢിത്തരം പറഞ്ഞാൽ പിന്നെ അതേ പിടിച്ചായി കാര്യങ്ങളുടെ പോക്ക്. ബംഗാളിൽ നിന്ന് ആരും ഇങ്ങോട്ട് എഴുന്നള്ളുകയില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസിന്റെ പേരിൽ സമർപ്പിച്ച തെരഞ്ഞെടുപ്പ് പത്രികയിൽ 8 പേർ മാത്രം ഒപ്പിട്ടത്. പത്രിക തള്ളണമെന്ന മുൻ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് അങ്ങനെ ഒരു ഒപ്പിക്കൽ നടത്തിയത്. തൃണമൂലിന്റെ ബാനറിൽ മത്സരിച്ചാൽ മുൻപ് പറഞ്ഞ 200 MLA-മാരെയും 22 MP-മാരെയും മന്ത്രിമാരെയും എല്ലാം ഇവിടെ കൊണ്ടുവന്ന് കളം നിറയ്ക്കണം. അവർക്കൊക്കെ വേലയും കൂലിയും ഉള്ളത് കൊണ്ട് ആരും ഇങ്ങോട്ട് വരാൻ ഇടയില്ല. അപ്പോൾ പിന്നെ പത്രിക തെറ്റിച്ചു കൊടുക്കുകയേ നിർവാഹമുള്ളൂ. അങ്ങനെ ആകുമ്പോൾ തൃണമൂലിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നില്ലല്ലോ, സ്വതന്ത്രനായിട്ടല്ലേ ഇപ്പൊ മത്സരിക്കുന്നത്. അതാണ് അൻവറിന്റെ ബുദ്ധി. പിണറായിസം അവസാനിപ്പിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട അൻവർ ഇപ്പോൾ സതീശനിസം അവസാനിപ്പിക്കാനുള്ള തന്ത്രപ്പാടിലാണ്. നിലമ്പൂരത്തെ ജനമാകട്ടെ അൻവറിസം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിലുമാണ്. അൻവർ മാത്രമല്ല നിലമ്പൂരിൽ കുസൃതികൾ ഒപ്പിക്കുന്നത്. BJP-യുടെ സമുന്നതനായ ഒരു നേതാവ് ആ പാർട്ടിക്ക് വേണ്ടി മത്സരിച്ച് തോൽക്കാൻ ഒരു സ്ഥാനാർത്ഥിയെ അന്വേഷിച്ച് നിലമ്പൂരിലെത്തി. ഫോണിലൂടെ ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടാണ്, അവർ സമ്മതിച്ചിട്ടാണ് ദീർഘദൂരം സഞ്ചരിച്ച് അദ്ദേഹം നിലമ്പൂർ വരെ എത്തിയത്. വീട്ടിൽ ചെല്ലുന്നു, കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നു. സംസാരിച്ചു കഴിഞ്ഞപ്പോൾ സ്ഥാനാർത്ഥിയായി നിൽക്കണമെങ്കിൽ ചെറിയൊരാവശ്യം BJP-യുടെ മുന്നിൽ അവർ അവതരിപ്പിച്ചു. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു ചെറിയ കാര്യം ചെയ്തു തന്നാൽ മതി, ഞാൻ സ്ഥാനാർത്ഥിയായിട്ടൊക്കെ നിന്നോളാം.
അത് പറഞ്ഞിട്ട് സ്ഥാനാർത്ഥിയായി നിന്ന് തോറ്റു തരുന്നതിന്റെ പ്രതിഫലമായി തന്നെ തമിഴ്നാട് ഗവർണറാക്കണം. അതാണ് അവരുടെ ആവശ്യം. അത് പറ്റിയില്ലെങ്കിൽ കർണാടകത്തിലായാലും മതി, എന്തായാലും കേരളത്തിൽ വേണ്ട. കേട്ട പാതി കേൾക്കാത്ത പാതി. BJP നേതാവ് അവിടെ നിന്ന് MT ആയി.